കണ്ടില്ലേ, കോട്ടയം നഗരത്തിലെ ഒരു പ്രധാന റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. പലതവണ പരാതികൾ നൽകിയിട്ടും ഒരു പ്രയോജനവുമില്ലാതെ ഇപ്പോഴും പഴയ നിലയിൽ തന്നെയാണ് ഈ റോഡ് ഇപ്പോഴും ഉള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു മാറ്റം വരണമെന്നാണ് ഈ ഒരു പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ആവശ്യം. കോട്ടയം നഗരത്തിൽ ഷീമാട്ടി റൗണ്ടാന, ബേക്കർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ പെടാതെ ചാലുകുന്നിലെത്താനുള്ള എളുപ്പവഴിയാണ് ശ്രീനിവാസ അയ്യർ റോഡ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഇടറോഡ് കൂടിയാണിത്. ദിവസേന 10,000-കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. പുതിയ തൃക്കോവിൽ ഭാഗത്തുള്ളവരുടെയും ക്ഷേത്രത്തിലേക്ക് വരുന്നവരുടെയും പ്രധാന നടപ്പാത കൂടിയാണ് ശ്രീനിവാസ അയ്യർ റോഡ്. 1 വർഷം മുമ്പുണ്ടായ ശക്തമായ മഴയിൽ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ എതിർവശത്ത് ഓട തകർന്ന് റോഡിന്റെ അടിയിലെ മണ്ണ് ഒഴുകിപ്പോയി വലിയ കുഴി രൂപപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് ഈ കുഴികൾ താൽക്കാലികമായി അടച്ചു. 1 മാസം മുമ്പുണ്ടായ ശക്തമായ മഴയിൽ റോഡിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒഴുകി. റോഡ് താഴോട്ട് ഇരുന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട അപകടാവസ്ഥയിലായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ താൽക്കാലികമായി കുഴികൾ അടച്ചു. എങ്കിലും റോഡ് തിരമാലകൾ രൂപപ്പെടുന്നത് പോലെയായി ഇപ്പോൾ. 2 വീലറുകൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായി കുഴികൾ അടച്ച് ടൈലുകൾ വിരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ആലോചിക്കുന്നത്. മണ്ണ് മാറ്റി പുതിയ മണ്ണിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ ഭാരവണ്ടി കയറുമ്പോൾ റോഡ് വീണ്ടും താഴേക്കിരുന്ന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം.